ശാസ്ത്ര ലേഖകൻ ഡോക്ടർ രാജഗോപാൽ കമ്മത്തുകുടി ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം സർ. ഈ സംസ്ഥാനത്ത് കനത്ത ചൂടിലേക്ക് കടക്കുകയാണ്. നാളെ വരെ കൃത്യമായ ഒരു മുന്നറിയിപ്പൊക്കെ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. പല ജില്ലകളിലും ചൂട് കൂടുമെന്നുള്ളതാണ്. ഇതൊരു സാധാരണയായി നമ്മൾ അനുഭവിക്കുന്ന തരത്തിലുള്ള ചൂട് കാലാവസ്ഥ എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്, അതോ ഈ പറഞ്ഞതുപോലെ കാലാവസ്ഥാ മാറ്റങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന കനത്ത ചൂട് തന്നെയാണോ ഇതിനി എത്ര നാൾ നമ്മൾ ഇത് പ്രതീക്ഷിക്കണം? ഈ കാലാവസ്ഥാ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട ചൂടല്ല ഇപ്പൊ അനുഭവപ്പെടുന്നത്. നമുക്കിപ്പോ അനുഭവപ്പെടുന്നതെന്ന് പറയുന്നത് ഋതുക്കൾ മാറി വരുന്നതിന്റെ ഒരു വ്യത്യാസത്തിൽ വരുന്ന ചൂടിന്റെ വർധനമാണ്. നമ്മുടെ ദിവസത്തിന്റെ ദൈർഘ്യം ഏറി വരുന്നുണ്ട്. ഇപ്പൊ മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പകൽ കണ്ടുവരുന്നത്. പകൽ മണിക്കൂർ അത് 13 മണിക്കൂർ വരെ പകൽ നിലനിൽക്കുന്നതാണ്. ഈ ജൂൺ, ജൂലൈ മാസങ്ങളിൽ 13 മണിക്കൂർ വരെ പകല് നിലനിൽക്കും. പക്ഷെ ആ സമയത്ത് നമുക്ക് മഴ സമയമാണ്. ഇപ്പൊ സമ്മർ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഒരു വേനൽ എന്ന് പറയുന്നത് ഈ ദൈർഘ്യം കൂടി വരുന്നതിന്റെ, അത് മാത്രമല്ല ഭൂമിയുടെ സ്ഥാനം, സൂര്യന് ചുറ്റുമുള്ള സ്ഥാനം, ഇപ്പോ നോർത്തേൺ ഹെമിസ്ഫിയർ, അതായത് ഉത്തര ധ്രുവം സൂര്യന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയും ഒക്കെ ഭൂമധ്യരേഖാ പ്രദേശത്താണെങ്കിലും ഉത്തര അർദ്ധഗോളത്തിലാണ് ഉള്ളത്. അപ്പൊ സൂര്യൻ പതിയെ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവഹിപ്പിക്കുന്ന വികിരണത്തിന്റെ തോത് കൂടി വരുന്നു. അത് ഭൂമിയിൽ താപം തങ്ങി നിൽക്കാൻ ഇടയാക്കും. കാരണം രാത്രിയുടെ ദൈർഘ്യം കുറവായതുകൊണ്ട് താപം കൂടുതൽ നേരം ഭൂമിയിൽ തങ്ങി നിൽക്കാൻ ഇടയാക്കും. അതുകൊണ്ടാണ് ഈ രാത്രിയും പകലും താപനിലയിൽ വലിയ വ്യത്യാസമില്ലാത്തത്. പലയിടങ്ങളിലും, പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ ഈ താപവികിരണം കൂടുതലാണ്. പ്രത്യേകിച്ച് കോൺക്രീറ്റിന്റെയും മറ്റ് ആധിക്യം മൂലം രാത്രി മുഴുവൻ ഈ കോൺക്രീറ്റ് വികിരണം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ കാലാവസ്ഥാ മാറ്റമല്ല കാരണം, നമ്മുടെ ഈ ഭൂപ്രകൃതിയിൽ വരുത്തി വെച്ചിട്ടുള്ള മാറ്റങ്ങളാണ് ഈ അതിഭീകരമായ വർധനവിന് പിന്നിൽ. അത് ഓരോ വർഷം കൊണ്ടും കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ആകെ താപനില എന്ന് പറയുന്നത് പതിയെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കഴിഞ്ഞ 100 വർഷത്തെ ഒരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2-2.5 ഡിഗ്രിയോളം ഓവറോൾ വർധനവ് ഉണ്ടായിട്ടുണ്ടെന്ന് കാണാം. അപ്പൊ ഈ ഒരു ഓവറോൾ വർധനവ് എന്ന് പറയുന്നത് വളരെ വലിയൊരു വർധനവ് തന്നെയാണ്. കാരണം ചെറിയൊരു മാറ്റം പോലും വലിയൊരു സിസ്റ്റത്തിലെ മാറ്റത്തിന് കാരണമാകും. അതായത് ഒരിടത്ത് താപം കൂടിയിരുന്നാൽ, ഇപ്പോ ഒരു നഗരത്തിൽ താപം കൂടിയിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ചുറ്റുപാടുമുള്ള എല്ലാ പ്രദേശങ്ങളെയും മാത്രമല്ല, അതിനനുബന്ധ പ്രദേശങ്ങളെയും ആ മാറ്റങ്ങൾ ആ അന്തരീക്ഷ സ്ഥിതിയെ ബാധിക്കും. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഇപ്പൊ കണ്ടുവരുന്നത്. പിന്നെ അത് മാത്രമല്ല, അന്തരീക്ഷ ധൂളി ധാരാളമായിട്ട് കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റ് വ്യവസായങ്ങളും ഒക്കെ കൂടി അന്തരീക്ഷ ധൂളി ധാരാളം വർദ്ധിച്ചിട്ടുണ്ട്. അന്തരീക്ഷ ധൂളി താപം ഭൂമിയിൽ തങ്ങി നിൽക്കാൻ ഇടയാക്കും. ഭൗമോപരിതലത്തിന് തൊട്ട് മുകളിലുള്ള അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാൻ ഇടയാക്കും. അപ്പൊ അത് ഈ അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതാണ്, പ്രത്യേകിച്ച് ഹ്യൂമിഡിറ്റി കൂടുതലുള്ള അവസരങ്ങൾ. ഹ്യൂമിഡിറ്റി കൂടാൻ കാരണം എന്ന് പറയുന്നത് താപനില ഏറി ധാരാളം ബാഷ്പം അന്തരീക്ഷത്തിലേക്ക് വരും. കടലിൽ നിന്നും മറ്റ് ജലഭാഗങ്ങളിൽ നിന്നും ഒക്കെ ധാരാളം ഈർപ്പം അന്തരീക്ഷത്തിലേക്ക് കടക്കും. അത് അവിടെ തന്നെ തങ്ങി നിൽക്കും. ധൂളി ശകലങ്ങൾ അതിലേക്ക് മിക്സ് ചെയ്ത് അതാണ് നമ്മൾ ശ്വസിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഡിസംബറിലും ജനുവരിയിലൊക്കെ കണ്ടതാണ്. എത്രത്തോളം ഈ ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ടായെന്ന് നമ്മൾ കണ്ടതാണ്. ഈ ഒരിടത്ത് പ്രത്യേകിച്ച് മഴ പെയ്യുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട്, വളരെ ശക്തമായ മഴ. ഇപ്പോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നഗരപ്രദേശങ്ങളിൽ വലിയ മഴ. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഹീറ്റ് ഐലൻഡ് എഫക്ട് മൂലം താപനിലയിലെ വ്യതിയാനം ഉണ്ടാകും. പലയിടങ്ങളിലും പല രീതിയിലുള്ള താപനിലയാണ് കാണപ്പെടുന്നത്. ഫ്ളാറ്റുകൾ കൂടുതലുള്ള സ്ഥലത്ത്, കൂടുതൽ കോൺക്രീറ്റ് ഉള്ള സ്ഥലത്ത് താപനില വർദ്ധിച്ചിരിക്കും. അതേസമയം അല്പം വെളിമ്പ്രദേശങ്ങൾ ഉണ്ടെങ്കിൽ താപം അല്പം കുറഞ്ഞിരിക്കും. ഈ ഒരു താപ വ്യതിയാനം പ്രത്യേകിച്ച് ഉയരമുള്ള പ്രദേശങ്ങളെ വളരെ സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. കാരണം ഇതൊരു താപ കൈമാറ്റത്തിന്റെ ഒരു ഫലമാണ് ഈ മഴ പെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഉയരമുള്ള പ്രദേശങ്ങളിൽ കാറ്റ് മുകളിലേക്ക് അടിച്ചു കയറി താപമേറിയ വായു മുകളിലേക്ക് പോയി മേഘങ്ങളിൽ നിന്നും പെട്ടെന്ന് മഴ, അവിടെ വളരെ വലിയ മേഘങ്ങൾ രൂപം കൊണ്ട് അവിടെ വലിയ മഴകൾ പെയ്യുന്നു. അതാണ് നമ്മൾ ഈ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം. അത്തരം കാര്യങ്ങൾ ഇനി തുടർച്ചയായിട്ടുണ്ടാകും. കാരണം നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് പ്രകൃതിയിൽ കൈവയ്ക്കുകയാണല്ലോ. അപ്പൊ കൈവച്ചു കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകും. അത് തന്നെയാണ് നമ്മൾ ഓരോ വർഷവും കണ്ടുകൊണ്ടിരിക്കുന്നത്.
ചൂടുള്ള സമയത്ത് അതിഭീകരമായ ചൂട്, മഴയുള്ള സമയത്ത് വളരെ ശക്തമായ മഴ, അതും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഒരു നിശ്ചിത പ്രദേശത്ത് വളരെ ശക്തമായിട്ടുള്ള മഴ. അതൊക്കെയാണ് നമ്മളിപ്പോ തുടർച്ചയായിട്ട് ഇപ്പൊ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അത് തുടരും. പിന്നെ അത് മാത്രമല്ല, മറ്റു കാരണങ്ങളുണ്ട്, ജ്യോതിശാസ്ത്ര കാരണങ്ങളുണ്ട്. സൂര്യന്റെ സോളാർ മാക്സിമം എന്ന് പറയുന്ന അവസ്ഥയിലാണ് സൂര്യൻ ഇപ്പോ. അത് പതിയെ അടുത്ത വർഷങ്ങളിൽ കുറഞ്ഞു വരും. സൂര്യന്റെ വികിരണത്തിന്റെ തോത് ഒരല്പം കുറയും. ഈ അല്പം കുറവ് തന്നെ ഭൂമിയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാണ്. അപ്പോ ഇനി അടുത്ത വർഷങ്ങൾ, അടുത്ത 2077 കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടി മാറ്റമുള്ള കാലാവസ്ഥയിലേക്കാണ് കടക്കുന്നത്. അതിപ്പോ ചാക്രികമായിട്ട് ഓരോ 11 വർഷം കൂടുമ്പോഴും ഇതിങ്ങനെ നടന്നു വരുന്ന ഒരു കാര്യമാണ് സോളാർ മാക്സിമം, സോളാർ മിനിമം. ത്തിന്റെ ഘട്ടത്തിലാണ് 2025-26 സോളാർ മാക്സിമത്തിന്റെ ഇതാണ്. നമുക്കറിയാം 2024 സോളാർ മാക്സിമത്തിന്റെ പാരമ്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് അതിഭയങ്കരമായ ചൂടാണ് നമ്മൾ അനുഭവിച്ചത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ ദശകങ്ങളിലും ഉണ്ടാകും. അതിനൊരു സോളാർ സൈക്കിൾ എന്നാണ് പറയുന്നത്. ഭൂമിയിലെ ജീവിതം തീർച്ചയായിട്ടും ഈ സൂര്യനിലെ മാറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതിനനുയോജ്യമായിട്ടാണ് നമ്മൾ പലതും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ പ്രകൃതിയിൽ നിന്ന് മാറി മറ്റൊരു രീതിയിലാണ് നമ്മുടെ പോക്ക്. അത് നമ്മളെ വളരെ സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. പിന്നെ ആരും ഇപ്പൊ കാലാവസ്ഥയുടെ ആ ഒരു കാര്യത്തെക്കുറിച്ച് ആരും ശ്രദ്ധിക്കുന്നില്ല. അത് മാത്രമല്ല, അതിൽ നിന്നുള്ള ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നില്ല. അതിന് പകരമായിട്ട് ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒന്നും ഗൗനം കൊടുക്കാതെ നശീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട്. അത് നമുക്കറിയാം, പശ്ചിമഘട്ടത്തിൽ തന്നെ എത്രയോ നശീകരണ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പശ്ചിമഘട്ടത്തെ നമുക്ക് തൊടാൻ പാടില്ല. കാരണം അതാണ് കേരളത്തിലെ കാലാവസ്ഥ. അതും ഈ തീരദേശവും നമ്മുടെ ജലഭാഗങ്ങളുമാണ് കാലാവസ്ഥയെ സന്തുലിതമാക്കി നിർത്തുന്നത്. നിങ്ങൾക്ക് നദികളിൽ വെള്ളം പറ്റുമ്പോൾ ആദ്യം നോക്കേണ്ടത് പശ്ചിമഘട്ടത്തിലേക്കാണ്. അതിന്റെ ഉത്ഭവസ്ഥാനം മുതൽ കുഴപ്പമാണ്. നദികളുടെ ഉത്ഭവസ്ഥാനം മുതൽക്ക് തന്നെ പ്രശ്നങ്ങളാണ്. ഡാമുകൾ ഉണ്ടായിക്കോട്ടെ, അത് ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. നമുക്ക് ഡാമുകൾ എന്ന് പറയുന്നത് ഊർജത്തിന് വേണ്ടി നമുക്ക് ഡാമുകൾ അത്യാവശ്യമായിരുന്നു. ഇപ്പൊ മറ്റു പല സ്രോതസ്സുകളുണ്ട്. നമ്മള് മറ്റു പല ഊർജ സ്രോതസ്സുകളെയും ആശ്രയിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നോക്കിക്കോളൂ, നമ്മുടെ ഇവിടുത്തെ ഊർജ പ്രതിസന്ധിക്ക് കാരണം അടുക്കളയിൽ വരെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഊർജ പ്രതിസന്ധി അത് എങ്ങോ കിടക്കുന്ന രാജ്യത്ത് നിന്നും കുഴിച്ചെടുക്കുന്ന ഇന്ധനം വെച്ചിട്ടാണ് നമ്മുടെ അടുക്കളയിൽ നമുക്ക് പാചകം ചെയ്യാൻ സാധിക്കുന്നത്. ആ ഒരു അവസ്ഥയ്ക്ക് നമുക്ക് മാറ്റം വരണം. ശരിക്കും ഇത്തരത്തിലുള്ള അടുപ്പുകൾ, ലക്ഷക്കണക്കിന് അടുപ്പുകൾ ഒരുമിച്ച് കേരളത്തിൽ കൊളുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് അന്തരീക്ഷത്തെ മലിനമാക്കുകയാണ്. വീടിനുള്ളിലെ അന്തരീക്ഷത്തെയും ചുറ്റും ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ, ഒരു 150 ഫ്ലാറ്റുകളുള്ള ഒരു സമുച്ചയത്തിൽ ഒരേ സമയം പ്രഭാതത്തിൽ 150 അടുപ്പുകളാണ് പോയിരുന്നത്. അപ്പൊ എത്രത്തോളം ചൂടാണ് അന്തരീക്ഷത്തിലേക്ക് കയറുന്നത്, എത്രത്തോളം മാലിന്യമാണ് അന്തരീക്ഷത്തിലേക്ക് കലരുന്നത്. ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള മനുഷ്യന്റെ ചെയ്തികൾ തന്നെ ഇതിനൊരു കാരണമായിട്ട് വരുന്നുണ്ട്. ഈ താപനില ഉയർന്ന് കാലാവസ്ഥാ മാറ്റം എന്ന് പറയുന്നത്, ആഗോള വ്യാപകമായിട്ടുള്ള കാലാവസ്ഥാ മാറ്റം എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു പ്രക്രിയയാണ്. അപ്പൊ അത് 1 ഡിഗ്രിയോളം ചൂട്, ഗ്ലോബൽ വാർമിംഗ് എന്ന പേരിൽ 1 ഡിഗ്രിയോളം ചൂട് വർദ്ധിച്ചിട്ടുണ്ട്. 1.5 ഡിഗ്രി ഓളം ചൂട് പലയിടങ്ങളിലും വർദ്ധിച്ചിട്ടുണ്ട്. ഇത് ആഗോള വ്യാപകമായിട്ടുള്ള വലിയ മാറ്റങ്ങൾക്ക് കാരണമാണ്. പ്രത്യേകിച്ച് മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങളുണ്ട്, അന്തർജലപ്രവാഹങ്ങളുണ്ട്, അവരെ ബാധിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഈ എൽനിനോ ലാനിനോ എന്നൊക്കെ പറയുന്നത്. ഭൂമധ്യരേഖയിൽ നിന്നും താപമേറിയ ജലം പലയിടങ്ങളിലേക്കും പോകുന്നതാണ്. സമുദ്രാന്തർഭാഗത്തെ പ്രവാഹങ്ങളാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. അത് ചാക്രികമായിട്ടുണ്ടാകുന്നതാണ്. അത് ചാക്രികമായിട്ടുണ്ടാകുന്നത് ഈ സൂര്യന്റെ വികിരണത്തിലെ വ്യതിയാനങ്ങൾ മൂലമാണ് ഇത് ചാക്രികമായിട്ടുണ്ടാകുന്നത്. അതൊരു ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ആയിട്ടാണ് നമ്മൾ എൽനിനോയും ലാനിനെയൊക്കെ നമ്മൾ കരുതുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രതിഭാസങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഒരു മാറ്റം എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും മാറില്ല. അതിന് വ്യത്യാസങ്ങൾ വരാം. ഓരോ ചെറിയ കാലഘട്ടങ്ങളിൽ അതിന് വ്യത്യാസങ്ങൾ വരാം. അതൊന്നും വലിയൊരു മാറ്റത്തിന്റെ കാരണമായിട്ട് നമുക്ക് കാണേണ്ടതില്ല. പക്ഷെ എന്നിരിക്കലും ജനങ്ങൾ വസിക്കുന്ന ഇടങ്ങളിലെ ഈ ഒരു വലിയ അന്തരീക്ഷ സ്ഥിതിയിലെ മാറ്റത്തിന് കാരണം നമ്മൾ തന്നെ വരുത്തി വെച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഒരു സ്വയം ആത്മപരിശോധന നടത്തി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മൾ എത്രത്തോളം ഹാനിയാണ് ഈ പ്രകൃതിക്ക് വരുത്തി വെച്ചിരിക്കുന്നത്. അതിനൊരു അറുതി വരുത്താതെ
അതാണ് കനത്ത ചൂടാണ്. അത് അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ തന്നെ വരുത്തി വെച്ച തരത്തിലുള്ള ചൂട് തന്നെയാണ്. അത് തന്നെയാണ് ഈ കാലാവസ്ഥ മാറ്റത്തിനും കാരണം എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാവുകയാണ്. വളരെ നന്ദി ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.